ഡോക്ടർ, അപ്പോൾ നോർമൽ ഷുഗർ ലെവൽ ഉള്ള ഒരാൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ല എന്നാണോ നമ്മൾ പറഞ്ഞു തരുന്നത്? അല്ല. നോർമൽ, അതായത് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഓക്കെ. HbA1c ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല. ഓക്കെ. ഇപ്പോൾ HbA1cയോ ഇൻസുലിൻ ലെവൽ ഷുഗർ ലെവൽസോ നോർമൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ല എന്നല്ല അർത്ഥം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു മെറ്റബോളിക് പ്രോബ്ലമാണ്. അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ സ്റ്റേജ് ആലോചിക്കണം. ദ ഇനീഷ്യൽ സ്റ്റേജ് ഈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. 2, ക്രോണിക് ഹൈപ്പർ ഇൻസുലിനീമിയ. കോമ്പൻസേറ്ററി ആയിട്ട് ആര് വരും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും പാൻക്രിയാസ്. അപ്പോഴും എന്തായിരിക്കും? ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേജിലും ഷുഗർ മാറാൻ ചാൻസ് ഇല്ല. ക്രോണിക് ഹൈപ്പർ ഇൻസുലിനീമിക് ഒരു കോമ്പൻസേറ്ററി ഹൈപ്പർ ഇൻസുലിനീമിക് സ്റ്റേജിലും ഷുഗർ മാറണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഷുഗർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒരു നോർമൽ HbA1cയോ ഒരു നോർമൽ ബ്ലഡ് ഷുഗറോ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനായിട്ട് കാര്യമായ ബന്ധങ്ങളില്ല. അത് ഇതിന്റെ ഡിസീസ് പത്തോളജിയിലേക്കാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനോ നേരിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, ക്ലാമ്പ് മെത്തേഡ് എന്നൊക്കെ പറയുന്നിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇത് ജീവിതത്തിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ ഫിലോസഫിയോ തിയറിയോ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ലൈഫിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് BMI ഫോളോ ചെയ്യാം, ബോഡി മാസ് ഇൻഡെക്സ് ഫോളോ ചെയ്യാം. പക്ഷെ ബോഡി മാസ് ഇൻഡെക്സ് എക്സാക്ട്ലി നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനായിട്ട് അത്ര കോറിലേറ്റഡ് ഒന്നുമല്ല. നേരത്തെ പറഞ്ഞു, നമുക്ക് തിന്നായിട്ടുള്ള ആൾക്കാരിലും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ അതിലും ബെറ്റർ മാർക്കർ എന്താണ്? വേസ്റ്റ് സർക്കംഫറൻസ് ആണ്, അല്ലെങ്കിൽ വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ, അല്ലെങ്കിൽ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഒക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് സ്കിൻ ചേഞ്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ യൂഷ്വലി നമ്മളുടെ ശരീരത്തിലെ ചേഞ്ചസും, നമുക്ക് സെൻട്രൽ ഒബീസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ വിസറൽ ഡെപ്പോസിറ്റ്സ് ആണ് കൂടുന്നത്, ഈ ചേഞ്ചസും നമ്മളുടെ ഹാബിറ്റ്സുമാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നിങ്ങളാണ് ക്വാണ്ടിഫൈ ചെയ്യേണ്ടത്. എത്ര നേരം നിങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ നമ്മൾ ഒരു മൃഗമായി മനസ്സിലാക്കൂ. കൃത്യമായ ഭക്ഷണം കഴിക്കണം. ഏകദേശം മുഴുവൻ സമയം മൊബൈലായിട്ടുള്ള ഒരു ജീവിയാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്നതോ ഓടിക്കൊണ്ടിരുന്നതോ മരത്തിൽ കയറിയിരുന്നതോ കുഴിക്കുന്നതോ മൃഗത്തിന്റെ പുറകെ ഓടുന്നതോ നീന്തുന്നതോ ക്രോസ് ചെയ്യുന്നതോ എല്ലാം ആയ ഒരു വ്യക്തിയാണ് 12 മണിക്കൂറും 15 മണിക്കൂറും ഇരിക്കുന്നത്, കസേരയിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയാണ് ആദ്യം അസസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ബെറ്റർ ഇൻഡിക്കേറ്റർ ദാൻ യുവർ ബ്ലഡ് ഷുഗർ ലെവൽ. ഡോക്ടർ, ഇത് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഒരു 2-3 മെയിൻ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാവോ? അതായത് ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര എണ്ണം ഉണ്ടെങ്കിൽ, യു ഷുഡ് ബി ലുക്കിംഗ് അറ്റ് യു ഷുഡ് ആക്ച്വലി കൺഫേം ദാറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് എന്നൊന്നുകൂടെ ഒന്ന് പറയാൻ പറ്റും? അതായത് നമുക്ക് ആദ്യം തന്നെ പറയാം, ഒന്ന് ഒബീസിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. 2 തിന്നായിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ അബ്ഡോമിനൽ ഒബേസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് നമ്മൾ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു സ്റ്റഡിയൊക്കെ ഉണ്ട് നമ്മളുടെ തന്നെ കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള ഒരു സ്റ്റഡിയാണ്. അതായത് ഇരുന്നിട്ട് നിങ്ങൾ 1 മണിക്കൂർ ജോലി ചെയ്യുന്നതും നിന്ന് ജോലി ചെയ്യുന്നതും എനർജി കൺസംഷനിൽ ഏകദേശം 22% റൈസ് വേണം നിങ്ങൾ നിന്ന് ജോലി ചെയ്യാൻ. ഞങ്ങൾ പോലും, ഡോക്ടേഴ്സ് പോലും, ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെയാണ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജോലി. ഞങ്ങളൊരു കസേരയുടെ മുകളിൽ ഇരുന്ന് മുന്നിൽ പേഷ്യന്റിനെ കണ്ടിട്ടുള്ള ശീലമേ കാലങ്ങളായിട്ട് ഡോക്ടർ കമ്മ്യൂണിറ്റിയിലുള്ളൂ. ഇത് ഞങ്ങൾക്ക് തന്നെ പറയണം. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഡോക്ടേഴ്സ്. കാരണം അതിലെ ഫേവർ ചെയ്യുന്ന, അതിലേക്ക്
മുന്നോട്ട് നയിക്കുന്ന 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ ലോങ് വർക്കിംഗ് അവേഴ്സാണ്. 2 ഞങ്ങൾ ഓൾമോസ്റ്റ് അണ്ടർ സ്ട്രെസ്സാണ് എപ്പോഴും, കുറച്ചൊരു സ്ട്രെസ്ഫുൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. 3 ഞങ്ങളുടെ ഭക്ഷണ രീതി വളരെ മോശമാണ്, സമയത്ത് കഴിക്കില്ല, കഴിക്കുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇത് അസസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾക്ക് സമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. പണ്ട് ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഒരു ചൊല്ലുണ്ടായിരുന്നു, പ്രഭുക്കന്മാരിൽ മാത്രമുള്ള അസുഖമാണ് ഡയബറ്റീസ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാർബോഹൈഡ്രേറ്റ് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും വെറുതെ ഇരിക്കാം, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവാം. കാരണം സ്ട്രെസ്സൊക്കെ തന്നെ ആലോചിച്ച് നോക്കൂ, പരിണാമത്തിന്റെ ഒരു വലിയ കളിയാണ് അവിടെ. സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനാണ്. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് നിങ്ങളെ ടാഗ് ചെയ്തിട്ട് ഞാൻ തെറി വിളിച്ചാൽ നിങ്ങൾ സ്ട്രെസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ആവാൻ, ആധുനിക ലോകത്തെ മനുഷ്യന് സ്ട്രെസ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അപ്പൊ നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ മൊബിലിറ്റി, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, ഹൗ എഫിഷ്യൻ്റ്ലി യു ആർ മാനേജിങ് യുവർ സർക്കേഡിയൻ റിതം, ഇതൊക്കെയാണ് ബെറ്റർ ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഈ ഒരു ഡെക്കേഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, 2020 to 30. ഇപ്പോൾ ഈ മുന്നേ ഒന്നും ഞങ്ങൾ ഇത്രയൊന്നും പ്രിവെൻഷനിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. അതായത് മോഡേൺ മെഡിസിൻ പ്രിവെൻഷൻ അത് നടക്കുന്നുണ്ടാവും, വാക്സിനേഷൻ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രിവെൻഷനിലേക്കൊന്നും ആധുനിക വൈദ്യശാസ്ത്രം അത്ര സീരിയസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, വളരെ സീരിയസ് ഇൻവോൾവ്മെന്റ് പല സ്ഥലത്തു നിന്നായിട്ടുണ്ട്. അപ്പോൾ സയൻസിന്റെ ഇതിൽ നോക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിസം അതിന്റെ അഡ്വാൻസ്മെന്റ് നടക്കുന്ന ഡെക്കേഡാണ്. AI-യുടെ ടെക്നോളജി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബാക്കി കാര്യങ്ങളും നടക്കുന്നതാണ്. ഇവിടെ ലൈഫിൽ വളരെ മോഡേൺ മെഡിസിൻ്റെയും അല്ലെങ്കിൽ ജീവിത രീതിയുടെ മനുഷ്യന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മരണം എന്തുകൊണ്ടാവാം, അതിൽ ഇത്ര ചാൻസ് ഇതാണ്. നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആദ്യത്തെ ഡെക്കേഡാണിത്. അപ്പോൾ നമ്മളൊരു എന്താ പറയാ ഇടനാഴിയിലാണ്. ആ ഇടനാഴി മുന്നേ എന്തായിരുന്നു? കമ്മ്യൂണിക്കബിൾ ഡിസീസസും, അതായത് പകർച്ചവ്യാധികളും മറ്റസുഖങ്ങളും ഒക്കെ വളരെയധികം വാണിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നോൺ കമ്മ്യൂണിക്കബിിൾ ഡിസീസസിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ നമ്മൾ ഈ ഇടനാഴിയിലാണ്. നമുക്ക് തീരുമാനിക്കാം എന്ത് നമ്മൾ ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യേണ്ട. അപ്പോൾ മൊമെന്ററി ആയിട്ടുള്ള നമ്മൾ ബ്രെയിനിനെ നമ്മൾ ഹാക്ക് ചെയ്തേ പറ്റൂ. നമ്മളുടെ മൊമെന്ററി പ്ലഷേഴ്സിനേക്കാൾ ഡോപ്പമിൻ അല്ല വേണ്ട, സെറട്ടോണിനാണ്. ഇതാണ് ഈ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ഹിഡൻ കാര്യമാണ്, ഒളിച്ചിരിക്കുന്ന കാര്യമാണ്. ഒന്നും തെളിവായിട്ട് നിങ്ങൾക്ക് കാണിക്കാനുണ്ടാവില്ല, ഒരു ബ്ലഡ് ഷുഗർ ലെവൽ പോലും ഉണ്ടാവില്ല. അതൊക്കെ വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ എല്ലാവരും പോകുന്നത് ഈ ഒരു പോക്കാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഒരു വിധത്തിൽ, അല്ലേ? ശരി ഡോക്ടർ, നമ്മൾ കുറച്ചു മുമ്പ് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ 95% ആൾക്കാർക്കും അല്ലെങ്കിൽ 90% കൂടുതൽ ആൾക്കാർക്കും ഡയബറ്റീസ് ഉള്ളവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് തന്നെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞത്, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗത്തെ മാത്രമല്ല, ബാക്കി കുറേ അസോസിയേറ്റഡ് രോഗങ്ങളും കൂടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈസ് ഇറ്റ് ലൈഫ് ത്രെറ്റനിങ് ടു ഹാവ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ പണ്ട് ഒരു ഹാർട്ട് ഡിസീസ് വരാൻ ഒരു പ്രായമൊക്കെ ഉണ്ട്. ഒരു 60+-ലൊക്കെയാണ്. ഇന്നെപ്പോഴാണ് ഹാർട്ട് ഡിസീസ് കാണുന്നത്? വെരി ഏർലി. കാരണം നമ്മുടെ കൊളീഗ്സിൽ തന്നെ ഒരുപാട് പേര് ഈ സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് സിൻഡ്രോം എക്സ് എന്ന് പറയുന്ന അതേ അവസ്ഥയൊക്കെ തന്നെയാണ് ഇന്ന്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു സിൻഡ്രോം എക്സ്, മെറ്റബോളിക് സിൻഡ്രോം മുന്നേ പറഞ്ഞിരുന്നത് അതാണ്. അതിലൊരു കോൺട്രിബ്യൂട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നോക്കൂ, എന്തൊക്കെ അസുഖങ്ങളിലേക്കാണ് അത് പോകുന്നത്? ഒബീസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ, എത്രോസ്ക്ലെറോട്ടിക് കാർഡിയോവാസ്കുലർ ഡിസീസ്, PCOS. നിങ്ങൾക്ക് number of diseases connected to this particular metabolic problem. ഡോക്ടർ, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ കുറച്ച് രോഗങ്ങളുടെ പേര് പറഞ്ഞു.
യൂഷ്വലി അതെന്താണ് എന്നുള്ളതെന്ന് പറയാം. അത് ഡിസ്ലിപ്പിഡീമിയ. ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ പറയില്ലേ. ഇപ്പോൾ ഡയബറ്റീസ് എന്താണ്? നമ്മുടെ നാട്ടിൽ ഷുഗർ, പ്രമേഹം എന്ന് പറയുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് രക്താതി സമ്മർദ്ദം, നമ്മുടെ നാട്ടിൽ പറയുന്ന പ്രഷർ. ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്നത് ഹൈപ്പർ കൊളസ്ട്രോൾ കൂടുന്നതായിരിക്കാം, ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഓൾട്ടേർഡ് ആയിട്ടുള്ള HDL, VLDL ഇതിലൊക്കെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കാം, കോമ്പോണൻസിലായിരിക്കാം. സ്ക്ലിറോട്ടിക് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ രക്തധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്ക്, അത് കാർഡിയാക് സപ്ലൈയിലാവാം, എക്സ്റ്റേണൽ സപ്ലൈയിലാവാം. കാർഡിയോവാസ്കുലർ ഡിസീസ് തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ ധമനികളിൽ തന്നെയാണ്. പക്ഷെ പെരിഫറൽ വാസ്കുലർ ഡിസീസിനും അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ കാലിലൊക്കെ വേണമെങ്കിൽ ബ്ലോക്ക് ഒക്കെ വരാം, ആർട്ടീരിയൽ ബ്ലോക്ക് ഒക്കെ വരാം. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അതായത് ഇൻഫെർട്ടിലിറ്റി, എന്താ പറയുക, ഹിർസൂട്ടിസം, ഒരുപാട് പ്രോബ്ലംസിലേക്ക് വരച്ചുകൊണ്ടുവന്ന ഒരു വലിയ ഒരു പ്രോബ്ലമാണ് ഫീമെയിൽസിൽ PCOS. ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ് ഇന്ന് സയൻസ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതൊരു ചെറിയൊരു മീനല്ല, വലിയ മീനാണ്. റൈറ്റ്. ഫാസ്റ്റ് ഫുഡ് സ്റ്റോർസ് ബേസിക്കലി ഇതെല്ലാം ഇപ്പൊ പുതിയതായിട്ട് കാണുന്ന എല്ലാ പരസ്യങ്ങളിലും അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ്, അത് ഏത് ഫാസ്റ്റ് ഫുഡ് ചെയിനാണെങ്കിലും കൂടുതൽ യൂസ് ചെയ്യുന്ന ചിക്കൻ, അതിന്റെ ബേസിലുള്ള പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള പല ഫുഡുമാണ്. പ്രോട്ടീനിൽ, അതായത് പ്രോട്ടീൻ കണ്ടന്റിന് ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ടോ? ഓർ ഈസ് ദർ എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ദ ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ? സോ ഐഡിയലി നമ്മൾക്ക് സഫീഷ്യൻറ്റ് ലെവൽ ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ല എന്നാണ് പറയുന്നത് ഒരു ഇന്ത്യൻ ഫുഡിൽ, കൾച്ചറിൽ. അപ്പൊ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതായത് ഡോക്ടർ ഇത്രയും നേരം അന്നജത്തിനെ കുറിച്ചും കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും പറഞ്ഞു, എന്നിട്ട് കെൻഡക്കി ഫ്രൈഡ് ചിക്കനെ കുറിച്ചിട്ട് എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. അത് അവിടുത്തെ ആ കൾച്ചറിലാണ് കിടക്കുന്നത്. സോ KFC മാത്രമല്ല നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ അതിന്റെ മൊത്തം ആ ഒരു പ്ലേറ്റിനെ നോക്കൂ. യു ഹാവ് പ്രോസസ്ഡ് റിഫൈൻഡ് ഷുഗർ. എവിടെ? ഒരു കോളയോ കോക്കോ പെപ്സിയോ അവിടെയുണ്ട്. ദെൻ വാട്ട് ഡു യു ഹാവ്? പൊട്ടാറ്റോ ഫ്രൈസ്. അതെന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾക്ക് മയോ, ബാക്കി കാര്യങ്ങൾ, കോസ്ലോ, അതൊക്കെ എന്താണ്? അതിൽ സ്വീറ്റും ബാക്കി ഒക്കെയാണ്. ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കനിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഇതിൽ എത്രത്തോളം ഓയിൽ അഡീഷൻ വന്നിട്ടുണ്ട്, എത്രത്തോളം അതിന്റെ ടോപ്പിംഗ്സിൽ കാർബോഹൈഡ്രേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ പ്രോട്ടീൻ മാത്രമാണോ കഴിക്കുന്നത്? അല്ല. അപ്പോൾ ഇതൊരു കൾച്ചറൽ ചേഞ്ച് ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങളൊരു സിംഗിൾ സെർവിങ്ങിൽ എത്രത്തോളം കാലറി എടുക്കുന്നുണ്ട്. നിങ്ങളൊരു പോയിട്ട് കഴിക്കുന്നത് ഒരു പീസ് KFC ചിക്കൻ കഴിച്ചു വരികയല്ലോ, അല്ല. അപ്പോൾ ആ അറ്റ് എ ടൈം നിങ്ങൾ എത്രത്തോളം ബിഞ്ച് ഈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ KFCനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കോ പറയുന്നല്ല. ദിസ് ഈസ് എ കൾച്ചറൽ ആസ്പെക്ട്. അപ്പോൾ വളരെ ഇന്നും നമ്മൾ വാരൻ ബഫറ്റിനെ കാണുന്നുണ്ട്. വാരൻ ബഫറ്റ് ഇന്നും ഒരു കപ്പ് ഓഫ് കോക്കും ഒരു ബർഗറുമാണ് അയാളുടെ തുടക്കം. അതൊരു ബാഡ് ഹാബിറ്റ് ആണോ? അല്ല. അപ്പോൾ അതിൽ പാറ്റി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ആൻഡ് ഹി ഈസ് ആഡിങ് ഒരു സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക് കഴിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അയാളുടെ അടുത്ത മീല് വൈകിട്ട് 4 മണിക്കാ. സോ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ ആ കൾച്ചറാണ് ഇതിൽ പെടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാം അങ്ങനെയല്ലേ? നമ്മൾ സദ്യ കൊണ്ട് കഴിഞ്ഞാലും പിന്നെയും 2 ഗ്ലാസ് പായസം കഴിക്കും. നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും ഒരു പെപ്സി കഴിക്കും. ഇതാണ് നമ്മുടെ ഹാബിറ്റ്. ഈ കൾച്ചറലാണ് ഈ പ്രോബ്ലം നടക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഇൻകൾട്ടേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ അബൻഡൻസിന്റെ പ്രശ്നമാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ റീസൺ. അല്ലാതെ KFC മോശമാണെന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഗോയിങ് ഫർദർ ഓൺ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമുക്ക് ഈ ബിഞ്ച് ഈറ്റിംഗ്, ക്രേവിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. Can you elaborate a bit more on what types of food, timing of food, ഇതിനെക്കുറിച്ചൊക്കെ ഒന്നുകൂടുന്നു? ഉറപ്പായും ഇത് ഇലാബറേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഇത് ഒരു ചെറിയ രീതിയിൽ അത് പറയുന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ വയറിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ഫേവറബിൾ ആയിട്ട് സർവൈവലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതൊരു അഡിക്ഷൻ ഫോം ചെയ്യും.
റൈറ്റ്. ഈ കപ്പാസിറ്റി അവിടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ നമ്മൾ അവശ്യമായ ഭക്ഷണം കഴിക്കലിൽ നിന്ന് ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെയും ഹാപ്പിനെസ്സിനെയും ഡോപ്പമിനെയും കണക്ട് ചെയ്തു തുടങ്ങിയാൽ ഈ ശീലങ്ങളെല്ലാം അഡിക്ഷനായി മാറി. റൈറ്റ്. പിന്നെ നിങ്ങളൊരു പലപ്പോഴും ഞാൻ കാണുന്നത് നമ്മൾ ഉൾപ്പെടുന്ന കൂടുതൽ നേരം ജോലി ചെയ്യുന്ന ആൾക്കാർ, നമുക്കെല്ലാവർക്കും കുറച്ചൊരു സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഈറ്റിംഗും ഉണ്ട്. റൈറ്റ്. അത് വളരെ കോമൺ ആണ് ഇന്ന് കമ്മ്യൂണിറ്റിയിൽ. അതായത് രാവിലെ ജോലിക്ക് കയറുമ്പോൾ കാര്യമായി ഒന്നും കഴിക്കുന്നുണ്ടാവില്ല, പിന്നെ ജോലിയുടെ തിരക്കിലാണ്, പിന്നെ അവസാനമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലേറ്റ് നൈറ്റിലാണ് കൂടുതൽ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം ഈ ശീലങ്ങളിലേക്ക് കടക്കുന്നത് ആ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇന്ന് മനസ്സിലാക്കണേണ്ടത് നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ക്രേവിങ്സും എല്ലാം ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഡയറ്റ് ആൻഡ് ഡയബറ്റീസ് ഒരു വിശാലമായ ടോപ്പിക്കാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. റൈറ്റ്. താങ്ക് യു.